ഇൻവെസ്റ്റ്മെന്റ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കണോ അതോ ഷെയർ മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ നിക്ഷേപിക്കണോ? 2026 നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 1,00,000 രൂപ ബാങ്കിലിട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പലിശ കിട്ടും? ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു 6.5% ഇൻട്രസ്റ്റ് വെച്ച് നോക്കിയാൽ ഏകദേശം 1,06,500 രൂപയായിരിക്കും ഒരു വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുക. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, കാരണം ഓരോ ബാങ്കിലും റേറ്റുകൾ മാറാം. അതേസമയം നമ്മുടെ എല്ലാം ബഡ്ജറ്റിനെ താളം തെറ്റിക്കുന്ന ഇൻഫ്ലേഷൻ കാരണം 1,00,000 രൂപയ്ക്ക് വാങ്ങുന്ന അതേ സാധനങ്ങൾ അടുത്ത വർഷം ഒരുപക്ഷെ നമ്മൾ 1,05,000 രൂപയിൽ കൂടുതൽ കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പൊ ശരിക്കും നിങ്ങളുടെ പണം ഗ്രോ ചെയ്യുകയാണോ അതോ നിങ്ങൾ അതിന്റെ വാല്യൂ കുറയ്ക്കുകയാണോ ചെയ്യുന്നത്? ബാങ്കിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതായത് FD തരുന്ന ഗ്യാരണ്ടിയും സേഫ്റ്റിയും ഒക്കെ മതിയോ അതോ സ്റ്റോക്ക് മാർക്കറ്റിലെ ഗ്രോത്തിനുള്ള ഒരു പൊട്ടൻഷ്യലിന് വേണ്ടി കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറാണ്? അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത കുറച്ച് സമയം നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു സംശയം കൃത്യമായിട്ട് ദൂരീകരിക്കാം. നിങ്ങളുടെ പണം എവിടെ എങ്ങനെ സേഫ് ആയിട്ട് ഗ്രോ ചെയ്യാം എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. നമ്മളിൽ പലരും ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം നോക്കുന്നത് അതിന്റെ സേഫ്റ്റിയാണ്. എന്തു വന്നാലും നമ്മുടെ പണം പോകരുതല്ലോ, അതാണ് ആദ്യത്തെ പ്രൈം റിക്വയർമെന്റ്. പണം വെറുതെ ഇരുന്നാൽ അതിന്റെ വാല്യൂ കുറയ്ക്കുന്ന ഒരു വില്ലനാണ് ഇൻഫ്ലേഷൻ. അപ്പോ നമ്മൾ ആ പണം ഇൻവെസ്റ്റ് ചെയ്യാതെ വെറുതെ നമ്മളുടെ ബാഗിൽ വെച്ചിരുന്നാൽ അതിന്റെ മൂല്യം കുറയുകയുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇൻഫ്ലേഷൻ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സാധനങ്ങളുടെയും സർവീസിന്റെയും വില കൂടുന്ന ഒരു അവസ്ഥയാണ്. പണ്ടൊരു ചായക്ക് 5-6 രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഇന്ന് 10-12 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. RBIയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഏതാണ്ട് 5.1% ആണ്. ഇതൊരു ഉറപ്പുള്ള കണക്കല്ല. ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. കേരളം പോലെയുള്ള ഉപഭോക്തൃ സംസ്ഥാനത്ത് പലപ്പോഴും ഇതിന്റെ ആഘാതം നാഷണൽ ആവറേജിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ പണം FDയിൽ ഉദാഹരണത്തിന് 6.5% ഇൻട്രസ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതേസമയം ഇൻഫ്ലേഷൻ 5.1% ആണെങ്കിൽ പണത്തിന്റെ റിയൽ ഗ്രോത്ത് 1.4% മാത്രമാണ്. അതായത് 1,00,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്ന യഥാർത്ഥ അധിക വാല്യൂ 1,400 രൂപയാണ്. ഇതിൽ നിന്ന് ടാക്സ് കൂടി കുറച്ചാൽ പിന്നെ ബാക്കി എന്തുണ്ടാവും എന്ന് നിങ്ങൾക്ക് കണക്കാക്കാം. അപ്പൊ ഇവിടെയാണ് ശരിയായ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രാധാന്യം നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. നമ്മുടെ പണത്തെ ഇൻഫ്ലേഷനിൽ നിന്ന് സംരക്ഷിക്കുക മാത്രമല്ല, അതിനെ ബീറ്റ് ചെയ്ത് ഗ്രോ ചെയ്യുക എന്നതുകൂടിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ലക്ഷ്യം. അതിനുള്ള 2 പ്രധാന വഴികളാണ് ഫിക്സഡ് ഡെപ്പോസിറ്റും സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടും ബന്ധപ്പെട്ട മ്യൂച്വൽ ഫണ്ടുകളും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം എന്തൊക്കെയാണ് FDയുടെ ഗുണങ്ങൾ. ഗ്യാരണ്ടീഡ് റിട്ടേൺ, പണം ഇടുമ്പോൾ തന്നെ മെച്യൂരിറ്റി ആവുമ്പോൾ എന്ത് കിട്ടുമെന്ന് കൃത്യമായിട്ട് അറിയാം. മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഇതിനെ ബാധിക്കില്ല. രണ്ടാമതായിട്ട് സേഫ്റ്റി, നിങ്ങളുടെ പണം ബാങ്കിൽ സേഫ് ആണ്. ഡെപ്പോസിറ്റ് ഇൻഷുർഡ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ DICGC നിയമപ്രകാരം ഓരോ ബാങ്കിലും ഒരു ഇൻവെസ്റ്ററുടെ 5,00,000 രൂപ വരെയുള്ള പ്രിൻസിപ്പളിനും ഇൻട്രസ്റ്റും ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. അതിന് മുകളിലുള്ള തുകയ്ക്ക് ഈ ഇൻഷുറൻസ് കിട്ടില്ല. അപ്പോ മൂന്നാമതായിട്ട് FD തുടങ്ങാൻ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി, പെട്ടെന്നൊരു ആവശ്യം വന്നാൽ FD പണയം വെച്ച് നമുക്ക് ലോൺ എടുക്കാം. ഇതൊക്കെയാണ് FDയുടെ ആ ഒരു അഡ്വാൻറ്റേജസ്. ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ കുറഞ്ഞ ഗ്രോത്ത്, മുമ്പേ നമ്മൾ അത് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ടാക്സ്, FD ഇൻട്രസ്റ്റ് നിങ്ങളുടെ വാർഷിക വരുമാനത്തിന്റെ ഭാഗമാണ്. ഏത് ഇൻകം ടാക്സ് സ്ലാബിലാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ മെച്യൂരിറ്റിക്ക് മുമ്പ് പിൻവലിച്ചാൽ ബാങ്ക് ഒരു പെനാൽറ്റി ഈടാക്കും. അതുപോലെ തന്നെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇല്ല. നിങ്ങൾ 7% ഇൻട്രസ്റ്റ് FD തുടങ്ങിയാൽ എക്കണോമി എത്ര നന്നായിട്ട് പെർഫോം ചെയ്താലും നിങ്ങൾക്ക് ആ 7% തന്നെ കിട്ടുള്ളൂ. എക്കണോമി മുമ്പോട്ട് പോകുന്നതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. ചുരുക്കത്തിൽ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ വരാനിരിക്കുന്ന ഒരു ആവശ്യത്തിനുള്ള പണം, ഉദാഹരണത്തിന് വീടിന്റെ ഡൗൺ പേയ്മെന്റ് അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ FD നല്ല ഓപ്ഷൻ തന്നെയാണ്. റിസ്ക് എടുക്കാൻ തീരെ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഗ്രോത്തിന്റെ ലോകം അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും ഒക്കെ ഉള്ള ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഏരിയയെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു കമ്പനിയുടെ ചെറിയ ഭാഗം വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ആ കമ്പനിയുടെ ഗ്രോത്തിൽ ഒരു പാർട്ണർ ആക്കാൻ കഴിയും. കമ്പനി പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ സ്റ്റോക്കിന്റെ വില കൂടുകയും ഡിവിഡന്റ് കിട്ടുന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് നേട്ടം ഉണ്ടാകും. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിസ്ക് വളരെ വലുതാണ്. ഷോർട്ട് ടൈമിലേക്ക് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ലോങ് ടൈമിലേക്ക് നോക്കുമ്പോൾ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻഫ്ലേഷനെ ബഹുദൂരം പിന്നിലാക്കി ആ കമ്പനി നല്ല റിട്ടേൺസ് തന്നിട്ടുണ്ടാകും എന്നാണ് ഹിസ്റ്ററികൾ കാണിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ ഒരു മാജിക് കൂടി വരുന്നത്. ഒരു ചെറിയ മഞ്ഞുകട്ട മലമുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി വിടുന്ന പോലെയാണ്. ഉരുളുന്നതിനനുസരിച്ച് മഞ്ഞ് കൂടുതൽ പറ്റിപ്പിടിച്ച് വലിയ മഞ്ഞ് ഉരുളയായിട്ട് അത് മാറുന്നു. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അടുത്ത തവണ ആ പ്രിൻസിപ്പളിനും ആ പ്രോഫിറ്റിനും മുകളിൽ നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്നു. കാലം ചെല്ലുന്തോറും ഈ ഒരു പ്രോഗ്രസ് നിങ്ങളുടെ സമ്പാദ്യത്തെ അത്ഭുതകരമായിട്ട് ഗ്രോ ചെയ്യും.
സാധാരണക്കാർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിവും സമയവും കുറവാണെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് വഴിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ. നിങ്ങളെ പോലെയുള്ള ഒരുപാട് പേരിൽ നിന്ന് പണം കളക്ട് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജർ അത് പല കമ്പനികളുടെ സ്റ്റോക്കുകളിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നിങ്ങളുടെ റിസ്ക് പല കമ്പനികളായിട്ട് ഡിവൈഡ് ചെയ്യാനും കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ മൂന്നാമത്തെ വഴിയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഓരോ മാസവും ഒരു നിശ്ചിത തുക 500 മുതൽ തുടങ്ങാൻ കഴിയും. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു സാധാരണക്കാരന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നമുക്കിനി ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിന്റെ ഗുണങ്ങൾ എന്താണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കി വരാം. ഹൈ റിട്ടേൺ പൊട്ടൻഷ്യൽ ആണ്. ലോങ് ടൈമിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ആകർഷകമായിട്ടുള്ള റിട്ടേൺ തരാൻ ഇക്വിറ്റിക്ക് കഴിയും. പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന്റെ നേട്ടം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈസി ലിക്വിഡിറ്റി, മികച്ച മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പണം വിഡ്രോ ചെയ്യാൻ കഴിയും. ടാക്സ് സേവിംഗ് ഫണ്ടുകൾ ഒഴിച്ച് ബാക്കി ഏത് മ്യൂച്വൽ ഫണ്ടിൽ നിന്നും നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പണം വിഡ്രോ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റ്, ഇപ്പോഴത്തെ നിയമപ്രകാരം ഒരു വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കിട്ടുന്ന 1 ലക്ഷം രൂപ വരെയുള്ള പ്രോഫിറ്റിന് ടാക്സ് ഇല്ല. അതിന് മുകളിലുള്ള പ്രോഫിറ്റിന് 10% ടാക്സ് ഉണ്ട്. അപ്പൊ ഇത് FD ഇൻട്രസ്റ്റിന്റെ ഉയർന്ന ടാക്സ് ലാഭങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ് അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാർക്കറ്റ് റിസ്ക്. ഷോർട്ട് ടേം മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ കുറയ്ക്കും. ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ഇവിടെ പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി, ശരിയായ ഫണ്ട് സെലക്ട് ചെയ്യാൻ കുറച്ച് സ്റ്റഡിയും റിസർച്ചും ആവശ്യമാണ്. അതിനുള്ള സമയവും അറിവും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് FD വേഴ്സസ് മ്യൂച്വൽ ഫണ്ടിന്റെ നമ്പേഴ്സ് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ 5 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇത് വെറും എക്സാമ്പിൾ ആണ്. ആക്ച്വൽ റിട്ടേൺസ് ഇതിൽ നിന്ന് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കൊരു സിറ്റുവേഷൻ FD-യിലാണെങ്കിൽ 6.5% വാർഷിക പലിശ കണക്കാക്കുമ്പോൾ 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏകദേശം 1,38,000 രൂപ ഉണ്ടാവും. ഇതിലെ 38,000ന്റെ ഇൻട്രസ്റ്റിന് നിങ്ങൾ നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സ് കൊടുക്കണം. അതായത് നിങ്ങൾ 20% സ്ലാബിലാണെങ്കിൽ ഏകദേശം 7,600 രൂപ ടാക്സ് ആയിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഏകദേശം 1,30,400 രൂപയായിരിക്കും. സെയിം സിറ്റുവേഷൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ അതേ 1 ലക്ഷം രൂപ നമ്മൾ ആവറേജ് 12% റിട്ടേൺ തരാൻ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഇതൊരു ഗ്യാരണ്ടി അല്ല, പാസ്റ്റ് പെർഫോമൻസ് വെച്ചുള്ള അസംഷൻ ആണ്. 5 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഏകദേശം 1,76,000 വളർന്നിരിക്കും. അവിടെ നിങ്ങളുടെ പ്രോഫിറ്റ് 76% ആണ്. ഇപ്പോഴത്തെ നിയമപ്രകാരം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് പ്രോഫിറ്റ് 1 ലക്ഷത്തിൽ താഴെ ആയതുകൊണ്ടും ഇതിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞത്. ഏകദേശം 30,400 രൂപയുടെ നേട്ടമാണ് FD-യിൽ ഉണ്ടായത്. അതേസമയം മ്യൂച്വൽ ഫണ്ടിൽ 76,000 രൂപയാണ് നമുക്ക് നേട്ടമായിട്ട് വരിക. ഇൻവെസ്റ്റ് ചെയ്യുന്ന കാലം കൂടുന്തോറും ഈ വ്യത്യാസം വളരെ വലുതാകും. ഇതേ രീതിയിൽ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 12% റിട്ടേൺ വെച്ച് കണക്കാക്കിയാൽ നിങ്ങളുടെ 1 ലക്ഷം രൂപ 3,10,000 രൂപയ്ക്ക് മുകളിലായേക്കാം. അപ്പോൾ അതാണ് ആ ഒരു കോമ്പൗണ്ടിങ്ങിന്റെ ആ ഒരു മികവ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഗോൾഡൻ മിഡിൽ പാത്ത് നമ്മൾ എങ്ങനെ കണ്ടെത്തും? FD-യുടെ സേഫ്റ്റിയും വേണം, എന്നാൽ മ്യൂച്വൽ ഫണ്ടിന്റെ ഗ്രോത്തും വേണം. അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വഴി ഒരു അസറ്റ് അലോക്കേഷൻ, അതായത് നിങ്ങളുടെ മൊത്തം സമ്പാദ്യത്തെ പല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഏജ് അനുസരിച്ച്, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച്, ഫിനാൻഷ്യൽ ഗോൾസ് അനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കാം. ചില കോമൺ ആയിട്ടുള്ള രീതികൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് പറഞ്ഞു തരാം. ഒന്നാമതായിട്ട് കൺസർവേഷണൽ അപ്രോച്ച്. റിസ്ക് എടുക്കാൻ മടിയാണെങ്കിൽ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗം, അതായത് 70% നമുക്ക് FD പോലുള്ള സേഫ് ഓപ്ഷനുകളിലും ബാക്കി 30% ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബാലൻസ്ഡ് അപ്രോച്ച് നമുക്ക് നോക്കാം. ഇത് പലർക്കും ചേർന്ന ഒരു രീതിയാണ്. 50% സേഫ് ഇൻവെസ്റ്റ്മെന്റിലും 50% ഇക്വിറ്റിയിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഗ്രോത്ത് അപ്രോച്ച് ആണ് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ചെറുപ്പമാണ്, ലോങ് ടൈം ഗോൾസ് ഉണ്ട്, അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സമ്പാദ്യത്തിന്റെ 70% ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലും 30% FD-യിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫിനാൻഷ്യൽ എക്സ്പേർട്സിന്റെ ഇടയിൽ പൊതുവായി പറയുന്ന ഒരു സിമ്പിൾ റൂൾ ഉണ്ട്. 100 മൈനസ് നിങ്ങളുടെ പ്രായം. ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. 100-ൽ നിന്ന് നിങ്ങളുടെ പ്രായം കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്പർ, അത്രയും ശതമാനം ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് 30 വയസ്സാണെങ്കിൽ 100 മൈനസ് 30, അതായത് 70% നിങ്ങൾക്ക് ഇക്വിറ്റിയിലും 30% FD-യിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് 50 വയസ്സാണെങ്കിൽ 50% നിങ്ങൾക്ക് FD-യിലും 50% മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് ആ ഒരു മ്യൂച്വൽ ഫണ്ട് വേഴ്സസ് FD കമ്പാരിസൺ. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഈസി സെലക്ഷൻ ഓപ്ഷനാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ ശ്രമിച്ചത്. അപ്പൊ നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. 2026-ൽ പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ചോദ്യത്തിന് ഒറ്റവാക്കിൽ ഒരു ആൻസർ ഇല്ല. ഉത്തരം നിങ്ങൾ കണ്ടെത്തേണ്ടതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങളുടെ എമർജൻസി ഫണ്ടും അടുത്ത 1-2 വർഷത്തിനുള്ളിൽ വേണ്ട പണവും സൂക്ഷിക്കാൻ FD തന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ തീർച്ചയായിട്ടും നല്ലൊരു മാർഗമാണ്. എന്നാൽ നിങ്ങളുടെ ലോങ് ടൈം ഗോൾസ്, അതായത് മക്കളുടെ എഡ്യൂക്കേഷൻ, റിട്ടയർമെന്റ് അല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ, ഇവയൊക്കെയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് പോലെയുള്ളവയെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് ഞാൻ പറയും. അപ്പൊ ഏറ്റവും നല്ല വഴി ഇവ രണ്ടും ചേർന്നിട്ടുള്ള
നിങ്ങളെ ആവശ്യങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സേഫ്റ്റിയും ഗ്രോത്തും ഒരുമിച്ച് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തട്ടെ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതുന്നു. അപ്പോ എവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് കമന്റുകളായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ഈ ഒരു കൺഫ്യൂഷനുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പൊ ഇനി എങ്ങനെയാണ് ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നത്, 1000 രൂപ കൊണ്ടൊക്കെ ഒരു SIP എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അടുത്തായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതും വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.